തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭാരവാഹികളുടെ ഓണറേറിയം ഇരട്ടിയാക്കിയും മറ്റ് ജനപ്രതിനിധികളുടേതിൽ വൻ വർധന വരുത്തിയുമുള്ള ശുപാർശ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. മുൻ ജനപ്രതിനിധികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക ക്ഷേമനിധി രൂപീകരിക്കണമെന്ന ശുപാർശയ്ക്കും തത്വത്തിൽ അംഗീകാരമായി. നിലവിൽ 8,000 രൂപ മുതൽ 16,800 രൂപ വരെയാണ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ ഓണറേറിയം. ഇതടക്കം ശുപാർശകളടങ്ങിയ 7 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടും സർക്കാർ നടപടി റിപ്പോർട്ടും കമ്മീഷൻ റിപ്പോർട്ടും നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. 16ാം കേന്ദ്ര ധനകമ്മീഷൻ റിപ്പോർട്ടും അതിന്മേലുള്ള കേന്ദ്ര സർക്കാർ നടപടി റിപ്പോർട്ടും ഇതുവരെ പുറത്തുവരാത്ത സാഹചര്യത്തിൽ സംസ്ഥാന കമ്മീഷൻ 1 വർഷത്തേക്കുള്ള ആദ്യഘട്ട ശുപാർശകളാണ് സമർപ്പിച്ചത്. കേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം 2027-28 മുതൽ 2030-30 വരെയുള്ള കാലയളവിലെ അന്തിമ ശുപാർശകൾ തയ്യാറാക്കും. തദ്ദേശ സ്ഥാപനത്തിലെ സ്ഥിരസമിതി അധ്യക്ഷരുടെ ഓണറേറിയത്തിൽ 75%, അംഗങ്ങളുടെ ഓണറേറിയത്തിൽ 50% എന്നിങ്ങനെ വർധന വരുത്താനാണ് ഡോക്ടർ കെ എൻ ഹലാൽ അധ്യക്ഷനായ കമ്മീഷന്റെ ശുപാർശ. ഇക്കാര്യത്തിൽ സാമ്പത്തിക ബാധ്യത പരിശോധിച്ചും തദ്ദേശ ധനവകുപ്പുമായി ചർച്ച നടത്തിയും അന്തിമ വർധന തീരുമാനിക്കും. മുൻ ജനപ്രതിനിധികൾക്ക് ചികിത്സാ സഹായം, അടിയന്തര ധനസഹായം, മരണാനന്തര സഹായം തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷേമനിധി ശുപാർശയും അംഗീകരിച്ചു. ഇവർക്ക് പെൻഷൻ വേണമെന്ന ആവശ്യം സംബന്ധിച്ച് മുൻപ് പലതവണ പഠനങ്ങൾ നടത്തിയെങ്കിലും അനുകൂല റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല. മുൻ ജനപ്രതിനിധികളായി 1 ലക്ഷത്തിലേറെ പേരുണ്ടെന്നാണ് കണക്ക്. ഇടുക്കി വിഷൻ, കുമളി.